ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേഷൻ കൂടി വരുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെതിരെ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടോ ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇപ്പോൾ വിഷയങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് 2011 ശബരിമലയിലെ ഉപദേവതാ ക്ഷേത്രങ്ങൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടും ദുരൂഹതകൾ ഉണ്ടായി എന്നാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ. പ്രജിത്ത് മോഹനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രജിത്ത്, ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കേസുകളുടെ അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുമ്പോഴാണല്ലോ ഈ അയ്യപ്പന്റെ ഉപദേവതാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്വർണം പൂശലിലും ദുരൂഹതയുണ്ടായി എന്ന് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലാണിപ്പോൾ? സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റോടുകൂടിയാണ് ഈ രീതിയിലുള്ള ഒരു പുതിയൊരു വെളിപ്പെടുത്തലിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നുള്ളതാണ്. ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിന് പിന്നാലെ മറ്റ് ഉപദേവതാ ക്ഷേത്രങ്ങളിലും സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഏതാണ്ട് 2009 മുതൽ തന്നെ ഈ വിവാദ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻ്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 1998 ഈ ഉപദേവതാ ക്ഷേത്രങ്ങളായിട്ടുള്ള മാളികപ്പുറത്ത് ക്ഷേത്രം, നാഗരാജ ക്ഷേത്രം, അതോടൊപ്പം തന്നെ കന്നിമൂല ഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലും വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരുന്നു. ഈ സ്വർണം പൊതിയാൻ ഏതാണ്ട് 1154.93 ഗ്രാം സ്വർണ്ണമാണെന്ന് ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ 2011 ഈ സ്വർണം വീണ്ടും അല്ലെങ്കിൽ ഇവിടെ വീണ്ടും തങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നാൽ സ്വർണ്ണം പൂശലടക്കമുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നതായി സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുമൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സ്മാർട്ട് ക്രിയേഷൻസ് 2011 ഈ പറയുന്നൊരു പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവാദ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസ് 2011 മുതൽ ശബരിമലയിലെ ഇത്തരത്തിൽ സ്വർണം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നതുകൂടിയാണ് അതിൽ വ്യക്തമായിരിക്കുന്നത്. അന്ന് ഈ വിജയ് മല്യ ഏതാണ്ട് 5 താഴികക്കുടങ്ങളിൽ ഈ സ്വർണം പൂശുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 2011 സ്മാർട്ട് ക്രിയേഷൻസ് വീണ്ടും സ്വർണം പൂശുന്ന സമയത്ത് ഈ കലശങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴിവിടെ ബാക്കിയായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കള്ളയുടെ ആസൂത്രണം അത് വളരെ പിന്നിലേക്കും പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഗൗതം ഈ ഘട്ടത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് 2011 കാലഘട്ടം മുതൽ തന്നെ സ്വർണ്ണക്കള്ള ശബരിമലയിൽ തെളിഞ്ഞിരിക്കാനുള്ള സാധ്യത കാണുന്നു. ആ ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം പ്രത്യേകമായി ഈ അന്വേഷണം കൂടുതൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കിനെ പറ്റിയുള്ളൊരു അന്വേഷണത്തിൻ്റെ വിപുലീകരണത്തിലേക്ക് പോകുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നേരത്തെയും സ്വർണ്ണക്കള്ള നടന്നത് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ സംശയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ ശബരിമലയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടാകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ ആരോപണ വിധേയരായവർക്ക് പുറത്തേക്കുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിലേക്കും അന്വേഷണം നീങ്ങാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ 2009 മുതൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ശബരിമലയിലെ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള അന്വേഷണവും പരിശോധനയും ഈ ഘട്ടത്തിൽ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഗൗതം. ഓക്കെ പ്രജിത്ത്, എന്തായാലും വലിയ ദുരൂഹതയാണ് ഈ ശബരിമലയിൽ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന പല പ്രവർത്തനങ്ങളിലുമുള്ളത്. ആദ്യം ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്വർണം പൂശലാണ് കണ്ടെത്തിയത്, അതിലുണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ. അതിനുശേഷം പിന്നീട് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടും ജപമാലയുമായി ബന്ധപ്പെട്ടും യോഗദണ്ഡുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അയ്യപ്പൻ്റെ ഉപദേവതാ ക്ഷേത്രങ്ങൾ ശബരിമല സന്നിധാനത്തുണ്ട്. അത് 2011 സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇപ്പോൾ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് കണ്ടെത്തൽ. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവർ അകത്തായതോടുകൂടിയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. എന്തായാലും സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ പ്രമുഖർ വരും ദിവസങ്ങളിൽ ജയിലിലാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും SITയുടെയും അതോടൊപ്പം തന്നെ EDയുടെ അന്വേഷണവും പുരോഗമിക്കട്ടെ. ഒരു